കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തിരുവനന്തപുരത്ത് അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം കണ്ടെത്തുമെന്നാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കുന്നത്. വി രാജേഷ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നു. അജ്മൽ ദിറാറാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അജ്മൽ പറയൂ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ അജ്മൽ, വി രാജേഷ് മേയർ എന്താ പറയുന്നത്? ഇന്നലെ പെയ്ത മഴയിൽ അതിശക്തമായിട്ടാണ് തിരുവനന്തപുരം നഗരമെമ്പാടും വെള്ളക്കെട്ടിൽ അമർന്നിട്ടുണ്ടായിരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ പ്രദേശവാസികൾ പറയുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലിലെ വീഴ്ച എന്നാണ് അവർ ആരോപിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട്, 24-നോടൊപ്പം ചേരുന്നുണ്ട്. മേയർ, ഇപ്പോൾ പ്രദേശവാസികളുടെ പ്രധാന ആരോപണം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിലെ വീഴ്ചയാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ്. അതായത് ഒരു ജനങ്ങളുടെ ഒരു ധാരണ, അത് ഞാൻ ഇപ്പോഴും മാധ്യമപ്രവർത്തകരോട് നിങ്ങളുടെ റിപ്പോർട്ടറോട് പോലും ഇപ്പോഴും പറഞ്ഞപ്പോഴാണ് അവർക്ക് വ്യക്തമായത്. ഈ വെള്ളം കയറിയ ആറുകൾ ഒന്നും തന്നെ ആമേഴഞ്ചാതോടും പാർവതി പുത്തനാറും ഒക്കെ തന്നെയും ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവിടെ ഒരു പ്രവൃത്തിയും നടത്തുവാൻ വേണ്ടി നേരിട്ട് നടത്താൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, കോർപ്പറേഷന്റെ ഉത്തരവാദിത്തത്തിലും ഉടമസ്ഥതയിലുമുള്ള ഒരു ഓടയിലും ഇന്നലെ വെള്ളപ്പൊക്കം ഉണ്ടായില്ല. ഞങ്ങൾ 1.5 മാസം മുമ്പ് തന്നെ 2 കോടി രൂപ മുടക്കി 101 വാർഡുകളിലും ഞങ്ങൾ നേരിട്ട് കൂടെ നിന്നാണ് അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുള്ളത്. ഇന്നലെ വെള്ളപ്പൊക്കം കുറച്ച് കൂടുതലായിട്ടുണ്ടായത് പഴവങ്ങാടി ഭാഗത്താണ്. അത് ആമേഴഞ്ചാൻ തോടാണ്. അത് ജലസേചന വകുപ്പിന്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. ജലസേചന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു തിരുവനന്തപുരത്ത് 8-9 ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിലുള്ളതാണ് എല്ലാ ഓടകളും തോടുകളും ഒക്കെ തന്നെ. അതായത് ജലസേചന വകുപ്പുണ്ട്, റെയിൽവേ ഉണ്ട്, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, PWD, NHAI, കോർപ്പറേഷൻ, അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി, KRFB, ഇത്രയും പേരുടെ ഉടമസ്ഥയിലുള്ള വ്യത്യസ്തമായ തോടുകളിലൂടെയും ഓടകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. കോർപ്പറേഷന്റെ പ്രധാന ഉത്തരവാദിത്തം ഇതായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഉടമസ്ഥകളിലെല്ലാം തന്നെ ഞങ്ങൾ 1.5 മാസം മുന്നേ ക്ലീൻ ചെയ്തു. മേയർ, ഇതിൽ ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ മേയർ പറഞ്ഞതുപോലെ ശരിയാണ്, മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് കോർപ്പറേഷൻ ഇടപെടാൻ സാധിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ ആമേഴഞ്ചാൻ തോടിന്റെ ആ ഭാഗത്തെ മതില് പൊളിച്ചത് യഥാർത്ഥത്തിൽ വെള്ളം ആമേഴഞ്ചാൻ തോട്ടിൽ നിന്ന് മുഴുവൻ നഗരത്തിലേക്ക് കയറാൻ കാരണമായി എന്ന് ആളുകൾ ഒരു പരാതി പറയുന്നുണ്ട്. അത് പുനർനിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്നില്ല നേരത്തെ? അതായത് അവിടെ വർഷങ്ങളായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പാലത്തിന്റെ അടിയിൽ അടിഞ്ഞുകൂടിയ 10-15 വർഷമായി അടിഞ്ഞുകൂടിയ വേസ്റ്റ് മാറ്റാത്തത് കൊണ്ടാണ് അവിടെ അകത്ത് JCBയും ഹിറ്റാച്ചി ഇറക്കേണ്ടി വന്നത്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള കാര്യം ചെയ്യേണ്ടി വന്നത്. പക്ഷെ അത് മാത്രമല്ല പ്രശ്നം, അല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിലും കയറിയിട്ടുണ്ട്. മറ്റുള്ള പല സ്ഥലങ്ങളിലും ഈ വേസ്റ്റ് അടിഞ്ഞ് 15-20 വർഷമായിട്ടുള്ള മാലിന്യം പാലത്തിന്റെ അടിയിൽ അടിഞ്ഞു കിടപ്പുണ്ട്. ഈ പാലം ഞങ്ങൾക്ക് പൊളിക്കാനുള്ള അനുവാദമില്ല. ഞങ്ങൾ ഇതിന് മുകളിലുള്ള പ്ലാസ്റ്റിക്കും കുറച്ച് പേപ്പറും ഒക്കെ ഉണ്ടായിരുന്ന മാറ്റിയതിന് ശേഷം 160 ലോഡ് മണ്ണാണ് ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള തോട്ടിൽ നിന്ന് ഞങ്ങൾ മാറ്റിയത്. എന്നിട്ടും തീർന്നിട്ടില്ല, ഇനിയും 13 കിലോമീറ്റർ ദൂരം കിടക്കുകയാണ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി സംയുക്തമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു അടിയന്തര പ്രാധാന്യം കൊണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. അതിനുശേഷം ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ 2 നദികളും അതിനെ പുനരുദ്ധരിക്കുകയും അതിന് മുകളിൽ പൂർണ്ണമായിട്ട് സ്ലാബ് ഇടണം. ആൾക്കാർക്കൊന്നും ചപ്പുചവറുകൾ വലിച്ചെറിയാൻ പറ്റാത്ത തരത്തിൽ സ്ലാബിന് മുകളിൽ ആവശ്യത്തിന് ഉയർത്താൻ കണക്കിന് ക്ലാമ്പ് ഇട്ട് സ്ലാബ് ഇട്ടാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ കൂടി ഇടപെടലോടുകൂടി നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ ഇതിലിപ്പോ ഈ പറഞ്ഞതുപോലെ പരിമിതികളുണ്ട് കോർപ്പറേഷൻ ഇടപെടാൻ. എന്നാലും ഇപ്പൊ തന്നെ രാവിലെ മേഘാവൃതമാണ് ആകാശം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശക്തമായ മഴ തുടരുമെന്നാണ്. എന്താണ് ഇനി കോർപ്പറേഷന്റെ മുന്നിലുള്ള പ്ലാൻ? എന്താണ് ഇനി എന്താണ് അത് പരിഹരിക്കാൻ? അല്ല, ഞങ്ങളുടെ ജീവനക്കാർ ഇപ്പോഴും ഫീൽഡിലാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി 11-12 മണി വരെ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയും വിലയിരുത്തൽ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വന്നത്. രാവിലെ മുതൽ ഫീൽഡ് ഇറങ്ങുകയാണ്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്വത്തിലുള്ള കോർപ്പറേഷനിലുള്ള ഓരോ ഓടകളിലും വെള്ളം കെട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ 2 ആറുകളുടെ കാര്യത്തിൽ, വലിയ 2 ആറുകളുടെ കാര്യത്തിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ വേണ്ടി ജില്ലാ കളക്ടറേറ്റ് ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ജലസേന മന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ രൂപീകരിച്ചാൽ മാത്രമേ ആത്യന്തികമായി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ നിന്നും ഫണ്ട് എത്തേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് കൂട്ടായി പരിശ്രമിക്കാം. അതോടുകൂടി തിരുവനന്തപുരത്തെ പ്രശ്നം ആത്യന്തികമായിട്ട് പരിഹരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. ഇതാണ് ഈ പറഞ്ഞതുപോലെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള പരിമിതികളുണ്ട്. അത് മറികടന്ന് ഏതായാലും എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശുചീകരണ പ്രവർത്തനത്തിലേക്ക് തന്നെ പൂർവാധികം ശക്തിയോടെ കടക്കുമെന്നാണ് കോർപ്പറേഷൻ മേയർ വി രാജേഷ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.